കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടു. ഞാൻ ഈ മാന്യ കുടുംബത്തെ കുറിച്ച് എനിക്ക് ആദ്യം അറിയത്തില്ലെങ്കിൽ ജോയിച്ചായിട്ട് ഞാൻ വിളിക്കുന്ന ജിജിയുടെ പിതാവ് ആ കുടുംബത്തെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നിരുന്നു. ബാബുക്കുട്ടി അല്പമായി പറഞ്ഞു. എനിക്കുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിൽ ഞാൻ നിങ്ങളെ വളരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇന്ന് ഈ കുടുംബത്തിൽ നടക്കുന്ന ഈ വിവാഹത്തിൽ നിങ്ങൾക്കുള്ള പങ്ക്, നിങ്ങളുടെ മകളെ ഈ കുടുംബത്തിലേക്ക് ജിജിയോടൊപ്പം യോജിപ്പിക്കുവാനുള്ളതായ അവസരം എനിക്ക് കിട്ടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പ്രിയ ജോയിച്ചായും എൻ്റെ മമ്മയും അതുപോലെ തന്നെ ജിജിയുടെ സഹോദരൻ, തന്റെ കുടുംബം, കുഞ്ഞുങ്ങൾ എല്ലാവരും ഇപ്പോൾ വിദേശ രാജ്യത്ത് ഒരു പക്ഷേ ഇത് വാച്ച് ചെയ്യുന്നുണ്ടാകാം. അവരിപ്പോൾ എല്ലാം ഓൺലൈനിലാണല്ലോ, അതുകൊണ്ട് അവർക്ക് ഇത് കാണാനുള്ള അവസരം അവർ എടുക്കുന്നുണ്ടാകാം. അവരുടെ സഹോദരങ്ങൾ, ഉപ്പാപ്പന്മാര്, മാമി എന്ന് വേണ്ട എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് സമയം വൈകാതെ ഞാൻ വിവാഹം നടത്തുകയാണെങ്കിൽ എന്റെ നിയമനത്തിലാണെങ്കിൽ 55 മിനിറ്റ് കൊണ്ട് ഞാൻ വിവാഹം നടത്തും. അനേക കല്യാണങ്ങൾ അതിശയം തോന്നുന്ന മനുഷ്യർക്ക് പറയാൻ ഒരു കാര്യം ഞാൻ വിട്ടുകളയത്തില്ല, പറയേണ്ടാത്ത കാര്യം ആരെയും ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായി പോകണമെന്നുള്ളതിനേക്കാൾ കാര്യം എന്റെ സൽപ്പേരുന്നത് മോശമാകും. അതുകൊണ്ട് വേഗം നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് പോകാം. അതെന്ന് ചോദിച്ചാൽ വിവാഹം സ്ഥാപിതമായത് ദൈവത്താലാണ്. God has instituted marriage. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ദൈവമൊന്നും ലക്ഷ്യമില്ലാതെ എങ്ങും ചെയ്തിട്ടില്ല. ചെയ്തതെല്ലാം ലക്ഷ്യത്തോടുകൂടെ ചെയ്തു. താൻ വിവാഹത്തിനെ കുറിച്ചുള്ള ചിന്തതന്റെ ഹൃദയത്തിൽ എങ്ങനെ വന്നുകൊണ്ടൊക്കെ പഠിക്കാൻ സമയം ചെയ്ത്. എന്നാൽ വിവാഹം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉണ്ടായതാണ് കുടുംബം. ഈ കുടുംബത്തിൽ കർത്താവ് ഇന്ന് ലോകം, ഞാൻ താമസിച്ചിരുന്ന അമേരിക്ക, ദീർഘവർഷങ്ങൾ താമസിച്ചിരുന്ന അമേരിക്ക, ഇന്ന് ക്രൈസ്തവ ലോകം മുതൽ അക്രൈസ്തവ ലോകം, എല്ലാ ലോകവും ഒരുപോലെ കിണഞ്ഞ് പരിശ്രമിച്ചു നോക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാരേജ്? കുടുംബം എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് പരാജയപ്പെടുകയാണ്. എന്നാൽ വിശുദ്ധ ബൈബിളും കർത്താവും വ്യക്തമായി അതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. വിവാഹം എന്താണ്? ഇപ്പോൾ ഒബാമ മത്സരിക്കുന്ന 2 ദിവസത്തിന് റിസൾട്ട് അറിയാം. സ്വർഗക്കാരെ വിവാഹം കഴിക്കാനുള്ള അംഗീകാരം ഒരു വലിയ വിഷയമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു സ്ത്രീയും പുരുഷനും കൂടെ യോജിപ്പിക്കപ്പെടുന്ന പ്രക്രിയയാണ് ബൈബിൾ അനുവദിച്ചിട്ടുള്ള വിവാഹം. നമ്മുടെ രാജ്യം അനുവദിച്ചാലും ഏത് രാജ്യം അനുവദിച്ചാലും കർത്താവിന്റെ ബൈബിൾ പറയുന്നു, താൻ മനുഷ്യനായിരിക്കുന്നു എന്നല്ലായതിനാണ് തക്കതായ തുണയെ അവൻ ഉണ്ടാക്കിപ്പോ. ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിലും ഇപ്പോഴത്തെ നിലയിൽ അനുവാദങ്ങൾ കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷേ മറന്നു പോകരുത്, കർത്താവിന്റെ തിരുവെഴുത്തുകൾ അത് അനുവദിക്കുന്നില്ല. അനുവദിക്കാതിരിക്കുന്ന കാരണത്താൽ ഞാൻ നിങ്ങളോട് പറയുക, ദൈവം ആരംഭിച്ച കുടുംബജീവിതം ആദമിനെ കർത്താവ് ഹൗവയുമായി ഒന്നിക്കുമ്പോൾ അത് ഒരു ശരീരത്തിന്റെ ഭാഗം, അവരിരുവരും ഒരു ദേഹമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. വിവാഹം ദൈവത്താൽ സ്ഥാപിതമായി കാരണത്താൽ ദൈവ സ്ഥാപിതമായതിനാൽ വിവാഹത്തോട് ഏറ്റവും ഇത് എതിർക്കുന്നത് പൈശാചിക ശക്തികളാണ്. ദൈവത്തിന്റെ ശത്രുവാണ് വിവാഹത്തെ എതിർക്കുന്നത്. നിങ്ങളുടെ സ്ഥാപനം തുടങ്ങിയാൽ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു ശത്രു അതിനെ തകർക്കുവാൻ നിങ്ങളുടെ സ്ഥാപനം ഏതായാലും ഉണ്ടായിരിക്കും. ആ ചിന്ത നമ്മൾ വിട്ടുകളയരുത്. എന്നാൽ സാത്താൻ ഈ കുടുംബത്തെ തകർത്തുകളാണ്. കുടുംബം ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് ഉത്തരവാദിത്വത്തോടുകൂടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അമേരിക്കയിൽ മാനസിക രോഗ ആശുപത്രികൾ എന്ന് പറയാം നേതൃത്വത്തിൽ കൗൺസിലിംഗിൽ പ്രധാന വിഷയമായി എടുത്ത് കുറച്ച് നാള് ഞാൻ കോണ്ടിയാക് മിഷിഗനിൽ തെറപ്പി ചെയ്തുകൊണ്ടിരുന്നു. തെറപ്പി സെറ്റിൽ ഞാൻ അമേരിക്കയിൽ അനേക സ്ഥലങ്ങളിൽ നിന്ന് കുടുംബം തകർന്നു. 2 വർഷമായ ഉള്ളിൽ കുടുംബം തകരുന്നവർ, 3 മാസത്തിനുള്ളിൽ തകരുന്നവരൊക്കെ വന്ന് കൗൺസിലിംഗിനെ സീറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് അവർ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ മറക്കരുത്, ഉത്തരവാദിത്വം ഏൽക്കുവാൻ മനസ്സിലായെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രസ്ഥാനവുമായി നിങ്ങൾ ബന്ധപ്പെടരുത്. കർത്താവിന് എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങൾ തന്നാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്. കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന ജിജിയോടും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജിജിയോടും മന്നയോടും എനിക്ക് പറയാനുള്ളത്, കർത്താവ് സ്ഥാപിച്ചതായതുകൊണ്ട് കർത്താവിന് ലക്ഷ്യമുണ്ട്. കർത്താവിന് ഉത്തരവാദിത്വങ്ങൾ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. അത് വിശുദ്ധ തിരുവെഴുത്തുകളിൽ മാത്രമേ ദൈവത്തിന്റെ ലക്ഷ്യമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. അത് ഇന്നത്തെ പുതിയ ഒരു മാഗസിനുകളിലും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞന്മാരുടെയോ അതുപോലെയുള്ള വിദഗ്ധന്മാരുടെയോ അരികിൽ ചെന്നിട്ട് കണ്ടുപിടിക്കുന്നതല്ല. എന്റെ അറിവ് തെറ്റാകാം, എന്റെ അറിവ് ശരിയാണെങ്കിൽ
ഈ മന സൈക്കോളജി പ്രധാന വിഷയമായി പഠിച്ച പാസ്സായോ പഠിക്കുകയോ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആളാണെന്ന് എന്നെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാം ആരെയെല്ലാം മനസ്സിലാകുന്നിരുന്നാലും ഈ വിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്രസ്ഥാനത്തിലായാലും അത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്ന് എന്റെ എളിയ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. ദൈവം സ്ഥാപിച്ച ഇതിനെ ദൈവത്തിന് ചില കാര്യങ്ങൾ പറയാൻ. അതെന്തെന്ന് ചോദിച്ചാൽ കർത്താവ് സദൃശവാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. എനിക്ക് 36 വർഷം മുമ്പ് ഒരു അനുഗ്രഹത്തെ കിട്ടിയ ഇച്ചിരി മുമ്പ് ജിജിയെ വിളിച്ചുകൊണ്ട് എന്റെ അനുഗ്രഹം ജിജിയെ ഇവിടെ കൊണ്ട് ജിജിയുടെ അമ്മ ലില്യമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയോട് എന്ന് പറഞ്ഞു, നീ അവിടെ ചെന്ന് ജിജിയെ വിളിച്ചു ഇവിടെ കൊണ്ടുവന്ന് ആ വേദിയിലേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പോൾ എന്റെ ഭാര്യ എനിക്ക് സൗകര്യമില്ലെന്ന് എന്നോട് പറഞ്ഞില്ല, മുഖഭാവം കൊണ്ടൊന്നും കാണിച്ചില്ല. ഞാൻ അപ്പോൾ എൻ്റെ ഒരു കൊച്ചു മകൻ അവളെ തോളത്തിൽ കൊണ്ട് അടുത്ത ഒരാളെ ഏൽപ്പിച്ചിട്ട് ആ ജോലി ചെയ്തു. ആ ജോലി ചെയ്തതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? അവൾക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ കുടുംബജീവിതം കഴിഞ്ഞ 36 വർഷം അനുഗ്രഹമാക്കി തീർത്തത് ഒറ്റ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അനുസരണവും ബഹുമാനവും രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയതാണ്. ഈ കുടുംബജീവിതങ്ങളെ എല്ലാം തകർക്കുന്നതിന്റെ രഹസ്യം ബഹുമാനം നഷ്ടപ്പെടുന്നു, വിശ്വാസ്യത നഷ്ടപ്പെടുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു. എന്നാൽ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് വരുന്നവരോട് പറയാം, marriage is a blessing. അതെല്ലാം പറയാം. മുഖത്ത് നോക്കി ഭാര്യയോട് പറയണം, you are a blessing. നീ ഒരു അനുഗ്രഹമാണെന്ന് പറയാൻ നമ്മൾ പഠിച്ചാൽ, അന്യോന്യം പഠിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, marriage is honorable in all things. എല്ലാറ്റിലും മാന്യമാണ്. അതത്ര മാന്യമായി നമ്മൾ സൂക്ഷിക്കണം. വിവാഹം ഈ വിവാഹം മാന്യമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ അറിയേണ്ട കാര്യം, വിവാഹം നമ്മൾ പഠിച്ചാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച സകലതും വർദ്ധിച്ചു വരിക എന്നുള്ളതാണ് ദൈവ ലക്ഷ്യം. ഒന്നും വർധനമില്ലാതിരിക്കാൻ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം വർദ്ധിക്കാൻ, ചെടിയായാലും എഴുതുന്ന ജന്തുവായാലും കരയുന്ന കാക്കയായാലും പൂച്ചയായാലും പട്ടിയായാലും മനുഷ്യനായാലും മൃഗമായാലും എന്തായാലും ദൈവ ലക്ഷ്യം ഇതെല്ലാം വർദ്ധിച്ചു വരണമെന്ന്. ടു മൾട്ടിപ്ലൈ, that you have dominion over. ഈ പ്രകൃതിയുടെ മേൽ മുതൽ ഇവിടെ കാണുന്ന സകലത്തിന്റെ മേലും അധികാരത്തോടെ വാണരുവാനാണ് ദൈവം ആദമിനെയും ഹൗവയെയും തോട്ടത്തിലാക്കി വെച്ചത്. ഇന്ന് ദൈവം ഈ അനുഗ്രഹം അവർക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതെന്ന് ചോദിച്ചാൽ ഒരു വർധനമില്ല. അത് കേവലം മക്കളുടെ വർധനവ് കൊണ്ട് തന്നെ അത് തീരാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് മാനസികമായി, ശാരീരികമായി, ആധ്യാത്മികമായുള്ള വർധനവുകളെ കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. വീണ്ടും താഴേക്ക് സമയം ഞാൻ വേഗം പാലിക്കേണ്ടത് കൊണ്ട് ചിന്തിക്കുവാനായിട്ട് ചില ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും മാത്രം പറഞ്ഞ് ഞാൻ ഈ സത്യവാചകം ഇംഗ്ലീഷ് ചൊല്ലിക്കൊടുക്കും. ഫോർ ദ സേക്ക് ഓഫ് ജിജിക്ക് വേണ്ടിയാണ്. ഈ മോക്ക് മലയാളം വെച്ച് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ജിജിക്ക് മലയാളമായി ബന്ധം കുറവായതുകൊണ്ടാകാം എന്നെ ഇംഗ്ലീഷിൽ ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുവാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് അത് വേഗം നമ്മൾ ചെയ്യും. അപ്പൊ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, കടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ ഓർക്കണം, ഏത് കാര്യം ദൈവം ചെയ്താലും ഉത്തരവാദിത്വം, ഡ്യൂട്ടീസ്. നമ്മുടെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ഭർത്താവിന് ഒരു കടപ്പാട്, ഭാര്യയ്ക്ക് ഒരു കടപ്പാടുണ്ട്. എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാണ്. The word love. ഞാൻ ഏതാണ്ട് 18-19 വയസ്സുള്ളപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിൽ കുടിയേറി പാർത്ത ഒരു മനുഷ്യനായി. ഈ 19 വയസ്സ് ഒക്കെ പ്രായമുള്ളപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോഴും ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഡൈനിങ് റൂമിൽ പോകുമ്പോഴും ആണായാലും പെണ്ണായാലും നമ്മളോട് പറയും, നിന്നെ എനിക്ക് ഭയങ്കര പ്രേമമാണെന്നുള്ള പോലെ വർത്തമാനം പറയും. ഈ വിവരമില്ലാത്ത ഞങ്ങളെ പോലുള്ള പിള്ളേരൊക്കെ ചെല്ലുമ്പോൾ ഈ നാട്ടിലെങ്കിലും അധികം കേട്ടിട്ടില്ലാത്ത കേൾക്കുമ്പോൾ ഞങ്ങളുടെ വിചാരം, ഏടാ ഈ വെളുത്തവനെ എന്നെ കണ്ടേച്ച് പറഞ്ഞതാണല്ലോ ആ സ്നേഹം. നിങ്ങളാരും ചിരിച്ചു പോലും ഇല്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് കേരളത്തിലും ഇങ്ങനെ ഒത്തിരി സ്നേഹം പറയുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞു വെച്ചിരിക്കുക. ചിരിയുടെ പിന്നിൽ സ്നേഹം കാണണമെന്നൊന്നുമില്ല. സ്നേഹം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മോഡൽ ബൈബിൾ സ്പീക്സ് ടു us. അതെന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടതാണ്. കഴിഞ്ഞ 36 വർഷം ജയചന്ദ്രൻ വരെ പിന്നണി പാടിക്കൊണ്ടിരുന്ന എന്റെ ഭാര്യ
അവൾ പാട്ടുകാരിയായിരുന്നുകൊണ്ട് എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റെങ്കിൽ അവളുടെ പാട്ടിന്റെ ശബ്ദം ഇപ്പൊ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ ആ സ്നേഹം നഷ്ടപ്പെടുത്തും. എന്നാൽ ഞാൻ നിങ്ങളോട് കാര്യം പറയാം, ക്രിസ്തു അർഹതയില്ലാത്ത ഒരു സഭയെ സ്നേഹിച്ചപ്പോൾ എന്നെ പോലെ കൊള്ളരുതാതെ പാപത്തിന്റെ വഴിയിൽ പട്ടുപോയ നശിച്ചുപോയ എന്നെ പോലെ ഒരാളെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹത്തിന്റെ പിന്നിൽ യാതൊരു വ്യവസ്ഥയും വെച്ചില്ല. ഞാനായിരുന്നത് പോലെ എന്നെ തേടി വന്നു എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ആ സ്നേഹം, അത് യേശു സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ നല്ലൊരു പ്രസംഗം ഇതുപോലെ കല്യാണത്തിന് കേട്ടിട്ട് വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു, നിരന്തരം കുടിക്കുകയും മദ്യപിച്ച് യാതൊരു നാശിക്കുമില്ലാതെ മനുഷ്യൻ കേൾക്കാനുള്ള അസഭ്യം പുലർത്തുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഈ മേലാൽ ഞാൻ ചീത്ത വിളിക്കത്തില്ല, ഇടിക്കത്തില്ല, ഞാൻ ഇന്നു മുതൽ നിന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു. ഈ ഭാര്യ നിങ്ങളുടെ സ്ത്രീ ആയിരുന്നെങ്കിൽ ആ വീട്ടിലെ വാർത്തകൾ നിങ്ങൾ പറയും, എന്റെ ദൈവമേ, ഈശോയെ ഞാൻ എന്താ വേണേ ചെയ്യാം, ഈ മനുഷ്യൻ ഒരു ആവശ്യമേ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കും, ചീത്ത വിളിക്കില്ല, ഇടിക്കില്ല, അടിക്കില്ല, സമാധാനമായിട്ട് നീ കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിക്കും. ഈ സ്ത്രീയും അങ്ങനെ തന്നെ വിചാരിച്ചു. അടുത്ത ചോദിച്ചു, എന്ത് പറ്റി അച്ഛാ ഇത്രയും മാറ്റം വരാൻ? എടി മറ്റൊന്നുമല്ല, ഇന്ന് പ്രസംഗിച്ച മാസ്റ്റർ പറഞ്ഞു, നിന്നെ പോലെ തന്നെ നിന്റെ ശത്രുവിനെയും സ്നേഹിക്കണം. ദയവായിട്ട് ആരും സ്നേഹം കൊണ്ട് ഇത് വീട്ടിൽ പോകരുത്. സ്നേഹം അങ്ങനെ കൊണ്ടുപോക്കളയല്ലേ, ആരും കൊണ്ടുപോവുകയാണെങ്കിൽ ക്രിസ്തു ക്രൂശിൽ കാണിച്ച സ്നേഹം, അർഹതയില്ലാത്തവരെ സ്നേഹിച്ച സ്നേഹം, ജീവൻ കൊടുത്ത സ്നേഹം, അതിനെ ഗ്രീക്ക് പദത്തിൽ ഗ്രീക്കുകാരാണല്ലോ മലയാളം ബൈബിളിൽ പുതിയ നിയമത്തിന്റെ ഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മൂലഭാഷയായി വന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണല്ലോ. അവർ പറയുന്നത് അഗാപ്പെ എന്ന പദം, നമ്മുടെ നാട്ടിൽ അഗപ്പെ എന്നൊക്കെ പറയും, നല്ല പ്രൊനൗൺസിയേഷൻ അഗാപ്പെ എന്ന് തന്നെയാണ്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ സാക്രിഫിഷ്യൽ ഗിവിംഗ് ഓഫ് യുവർസെൽഫ് ഓവർ ടു അനദർ പേഴ്സൺ. നിന്റെ ഭാര്യയെ കാണുമ്പോൾ സ്നേഹിക്കാൻ തോന്നിയില്ലെങ്കിലും, ചിരിക്കാൻ തോന്നിയില്ലെങ്കിലും, നല്ലൊരു വാക്ക് പറയാൻ തോന്നിയില്ലെങ്കിലും, ത്യാഗപരമായി ആ ചെയ്യുവാനുള്ള ഹൃദയത്തോടുകൂടെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തുടങ്ങിയാൽ, ഞാൻ ജിജിയോട് പറയുക, മന്നെ അങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾ ഇപ്പോൾ സന്തോഷമായിരിക്കുന്ന പോലെ വർഷങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങൾക്ക് ഒരു കുടുംബമായി കഴിയാൻ കഴിയും. എന്ന് കേൾക്കുന്ന സകല പുരുഷന്മാരോട് പറയുന്നു, ക്രിസ്തുവിനെ മോഡലാക്കി സ്നേഹം കൈമാറണം. ക്രിസ്തു കാണിച്ച മാതൃകയിൽ ഉപദ്രവിക്കുമ്പോഴും സ്നേഹം കൈമാറുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാര്യയെ കുറിച്ച് ദൈവസ്നേഹത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, ഭർത്താക്കന്മാർക്ക് ബഹുമാനം കൊടുക്കുന്ന കാര്യം നമ്മൾ അത് പ്രത്യേകം തിരിച്ചറിയണം. ഭാര്യമാർ പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒത്തിരി സ്നേഹ പ്രകടനങ്ങളെക്കാൾ ബഹുമാനത്തോടുള്ള സമീപനമാണ് പുരുഷന്മാർക്ക് വളരെ ഇഷ്ടം. നിങ്ങൾ നല്ലോണം മനഃശാസ്ത്രം പഠിച്ചാൽ, നിങ്ങൾ ഒരു ശാസ്ത്രവും പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെ വരുന്നു, ആ മുഖം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇന്നു മുതൽ അവരുടെ കണ്ണുകളായിരിക്കണം. ഞാനിന്ന് രാവിലെ വന്നു കയറിയപ്പോൾ ജിജി കൊച്ചു പയ്യനായി അമേരിക്കയിൽ വളർന്നു, ഞങ്ങളൊക്കെ കളിച്ചു ബലം പിടിച്ച് ഗുസ്തിയിലൊക്കെ കളിച്ചു വളർന്നിട്ടുള്ള ഒരു ബഹുമാനായി ജിജി നല്ല ആരോഗ്യമുള്ളവരാണ്. എന്നാൽ ഈ ജിജി എന്നെ രാവിലെ കണ്ടപ്പോൾ ഇരുന്നിടത്തുനിന്ന് ചാടി, അമേരിക്കൻ സംസ്കാരത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുള്ളവരല്ല, എന്നാൽ ഒരു ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ കാണെല്ലാം മുഴച്ചിനെ നോക്കി. അതിന്റെ അർത്ഥം ജിജിക്ക് അന്നത്തെ പോലെ സ്നേഹം ഇപ്പോഴും എന്നോടുണ്ടെന്ന് തന്നെ. അതേ അവസരത്തിൽ ഞാൻ ആ മുറിയിലോട്ട് അതിൽ വന്നിട്ടില്ല, ബഹുമാന ദേവദാസിനെ വന്നിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് വന്നു കയറുമ്പം ജിജി അങ്ങനെ ഇരിക്കുക, എന്തുകൊണ്ട് മോനെ വിശേഷം? ഒന്നുമില്ല. അപ്പോൾ എനിക്കറിയാം ഹൃദയത്തിൽ എന്നോടുള്ള ആത്മാർത്ഥത കുറവാണെന്ന്. നിങ്ങളോട് ഞാൻ പറയാൻ സഹോദരിമാരെ, ഭർത്താവിനെ കാണുമ്പോൾ വർഷം എത്ര പിന്നിട്ടാലും വലിയൊരു കുടിയെ കാണുന്ന പോലെ കാണുന്നത് മടുപ്പിച്ച് ഒന്ന് ചിരിച്ചൊന്ന് നോക്ക്. അങ്ങനെ ഇട്ടിട്ട് പോകത്തില്ല പോണോന്ന് ചിന്തിക്കുമ്പോൾ ആ കണ്ണുകളെ പുറത്ത് മടങ്ങി വരും. അല്ലോ, ചിരിക്കുകയും ചെയ്യും. ബഹുമാനം കൊടുക്കണം, റെസ്പെക്ട് ചെയ്യണം. ഹലോ, റെസ്പെക്ട് ചെയ്യണം. പ്രായം പിന്നിടുന്നുടനെ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് എന്താ, എനിക്ക് നിങ്ങളെന്നൊക്കെ എന്റെ അച്ഛാമെന്ന് വിളി കേട്ടാൽ എന്തോ ഒരു സ്നേഹമായിരുന്നു. ഇപ്പൊ എല്ലാരും എടാ പോടാന്ന് വിളിക്കുന്നുള്ള അവസാനമില്ല. പേരാമോ ഈ മഞ്ഞയും ജിജിയും കൂടെ എന്തോ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അബ്രഹാമിന്റെ കാലഘട്ടം പോലെ ജീവിക്കാൻ ഒക്കത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അബ്രഹാം ബഹുമാനിച്ചത് കൊണ്ട് ഭാര്യ അബ്രഹാമിനെ ബഹുമാനിച്ചു, അബ്രഹാമിനെ ഭാര്യ ബഹുമാനിച്ചത് കൊണ്ട് അബ്രഹാം അവർ രണ്ടുപേരും രാജകുമാരാണെന്നും അവൻ രാജകുമാരിയെന്നും സംബോധന ചെയ്യാൻ തുടങ്ങി. സ്നേഹം നിങ്ങളിൽ നിന്ന് വിട്ടുപോകും.